എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ മത്സരം നടക്കുന്ന വലിയ ഗ്രൗണ്ട് ആയിരിക്കും കാണിക്കുക. അവിടെയാണെങ്കിൽ ജനങ്ങളെല്ലാവരും തടിച്ചു കൂടിയിരിക്കുകയാണ്. അവസാനം ആര് വിജയിക്കും എന്നറിയാനാണ് അവർ കാത്തിരിക്കുന്നത്. മൊട്ടപ്പനാണെങ്കിൽ ആ ഒരു ജയന്റിനെ ഇടിച്ച് തോൽപ്പിച്ചു. ജാക്കി മാസ്റ്റർ, അതായത് നമ്മുടെ ഗോകുവിന്റെ മാസ്റ്റർ, ആളാണെങ്കിൽ നമ്മുടെ ഹാൻസം ബോയെ അവനെയും തോൽപ്പിച്ചു. ഗോകു ആണെങ്കിൽ അവന്റെ ഓപ്പണിനെ തോൽപ്പിച്ച് ഇപ്പൊ എല്ലാവരും ഈ ഫൈനൽസിലേക്ക് കടന്നിരിക്കുകയാണ്. സിറ്റുവേഷൻസ് എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ മുഴുവനായിട്ടും മൂടി വലിയൊരു മഴയ്ക്ക് വേണ്ടി മൂടിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും മത്സരത്തോടുള്ള ആവേശം അതുമാത്രം. അടുത്ത നിമിഷം ആ റഫറി ആണെങ്കിൽ അടുത്തായിട്ട് മത്സരിക്കാൻ പോകുന്ന ആ ഒരു ദിനോസർ തലേനെ അവിടേക്ക് വിളിക്കുകയാണ്. ദിനോസർ ആണെങ്കിൽ അവിടേക്ക് കടന്നു വരും. അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മത്സരിക്കുന്നത് നമ്മുടെ ഗോകു. നമ്മുടെ ചെക്കൻ ഗോകു ആണെങ്കിൽ എപ്പോഴത്തേതും പോലെ ഭയങ്കര ഹാപ്പിയാണ്. അവൻ അവിടേക്ക് വന്ന് ഇപ്പൊ എല്ലാവരുടെയും മുൻപിൽ അവന്റെ പേരൊക്കെ പറയും. എൽമയാണെങ്കിൽ അത് കേട്ട് വിളിച്ചു പറയും, ഗോകു, നിന്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നീ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കുക. അത് അവള് പറയുന്ന അടുത്ത നിമിഷം തന്നെ നല്ല ഫോഴ്സിൽ ഇടിമിന്നലൊക്കെ ഉണ്ടായി. അവിടെ മഴ അത് പെയ്യാനായിട്ട് തുടങ്ങും. മഴയാണെങ്കിൽ നല്ല ഫോഴ്സിൽ പെയ്യുന്നതുകൊണ്ട് തന്നെ ചുറ്റുമുണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും പാനിക്കായി ഓരോ ഭാഗത്തേക്ക് ഓടാനായിട്ട് തുടങ്ങും. ഇവിടെ ഗോകുവും ആ ദിനോസറും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ ഫേസ് ടു ഫേസ് അങ്ങനെ മുരച്ച് നോക്കും. അപ്പോഴായിരിക്കും ഒരു അനൗൺസ്മെന്റ് വരിക, മഴ കാരണം ആ ഒരു മാച്ച് അത് പോസ്റ്റ്പോൺ ചെയ്തു എന്ന്. പക്ഷെ ഗോകുവും ആ ദിനോസറും അവർ രണ്ടുപേരും അത് മൈൻഡ് ചെയ്യാതെ പരസ്പരം നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അനൗൺസ്മെന്റിലാണെങ്കിൽ വീണ്ടും മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താൽ ഇപ്പൊ എല്ലാവരും ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരും ഒരു റെസ്റ്റോറന്റിലേക്ക് വന്ന് ഹായ് ആയിട്ട് സ്നാക്സും ടീയും ഒക്കെ കുടിക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ ഗോകുവിനോട് പറയും, നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. കാരണം ഞാൻ അറിഞ്ഞിടത്തോളം ആ ഒരു ദിനോസർ തലയൻ അവൻ നിസ്സാരക്കാരനല്ല. അവൻ മുൻപ് ഫൈറ്റ് ചെയ്ത ഒരു മത്സരാർത്ഥിയാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. എനിക്ക് നല്ല ശക്തിയും ബലവും ഒക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും ശക്തിയും ബലവും ഉള്ളവർ ജയിക്കണമെന്നില്ല. ബുദ്ധി കൂടെ നീ ഉപയോഗിക്കണം. അത് കേട്ട് പന്നിക്കൂട്ടനാണെങ്കിൽ വലിയ പുച്ഛത്തോടു കൂടെ ഹാൻസം ബോയോട് പറയും, ഗോകുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ തീർച്ചയായിട്ടും ഇതിൽ ജയിക്കും. നിന്റെ ഉപദേശമൊന്നും അവൻ ആവശ്യമില്ല. അതിന് ഗോകുവും തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ ശ്രമിക്കുമെന്ന് പറയും. അതിനുശേഷം അവരാണെങ്കിൽ ചുറ്റും നോക്കും. അവരുടെ മാസ്റ്ററിനെ കാണാനില്ല. അപ്പൊ നമ്മുടെ ഹാൻസം ബോയ് കാണും, ദൂരത്തായിട്ട് ജാക്കി ചാന്റെ വേഷത്തിലിരുന്ന് ആൾ ഒറ്റയ്ക്ക് കോഫി കുടിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് ആ ദിനോസർ അതാണെങ്കിൽ വലിയ ശബ്ദത്തിൽ ഇപ്പൊ അവിടേക്ക് കടന്നു വരും. അതിനുശേഷം റിസപ്ഷനിലുള്ള ആളോട് അവന് പാല് വേണമെന്ന് ആവശ്യപ്പെടും. അവനാണെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കും. ആ ദിനോസർ അത് കുടിക്കുന്ന അതേ സമയം ഇപ്പൊ ഒരുത്തൻ ഓടി വന്ന് അവന്റെ വാലിൽ തട്ടി തെറിച്ചു വീഴും. അവനാണെങ്കിൽ ഇപ്പൊ ആ ദിനോസറിനോട് ദേഷ്യപ്പെടും. അവന്റെ കൂടെയുള്ളവരെല്ലാവരും അവനെ കളിയാക്കുകയാണ്. ആക്ച്വലി ഈ ഒരു ടീം അവരാണ് മൊട്ടപ്പന്റെ പഴയ ടീംമേറ്റ്സ്. അവരെ കാണുമ്പോൾ തന്നെ മൊട്ടപ്പന് ഒരുപാട് പേടിയൊക്കെ തോന്നും. ഇവിടെ ആ ടീമാണെങ്കിൽ നിർത്താതെ ആ ദിനോസറിനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. അതിൽ കൺട്രോൾ പോയ ദിനോസർ ആണെങ്കിൽ അതിന്റെ വാൽ ഉപയോഗിച്ച് അവരെ അടിച്ച് തെറിപ്പിക്കുകയാണ്. അവർക്ക് കൺട്രോൾ പോവും. ഒരു ദേഷ്യപ്പെട്ട് പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ വാല് വെച്ച് ഞങ്ങൾ അറ്റാക്ക് ചെയ്യും. ഞങ്ങൾ 4 പേരുണ്ട്, നിന്നെ ഈസി ആയിട്ട് തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് അവരിപ്പോ അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ആ ദിനോസർ ആണെങ്കിൽ വീണ്ടും അവന്റെ ഗ്ലാസ്സിൽ പാൽ ഒഴിക്കാനായിട്ട് ആവശ്യപ്പെടും. അവൻ പാൽ കുടിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ ആ 4 പേരെ പഞ്ച് ചെയ്ത് ദൂരേക്ക് തെറിപ്പിക്കുകയാണ്. അവനാണെങ്കിൽ എല്ലാവരെയും അടിച്ച് നിലംപരിശാക്കി ഇപ്പൊ അതിൽ ഒരുത്തനെ ചവിട്ടി കൊല്ലാനായിട്ട് വരും. അടുത്ത നിമിഷം ഹാൻസം ബോയ് അവൻ ദേഷ്യപ്പെട്ട് പറയും, നീ സ്റ്റോപ്പ് ദ ഫക്ക്. ഇനി ഒരു കാരണവശാലും അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാടില്ല. അത് കേട്ട ഡൈനോസർ ആണെങ്കിൽ ടേൺ ചെയ്ത് അവനെ നോക്കും. അത് പറയാൻ, നീ ആരാ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ കയ്യിൽ ചൊറിയാണ്. ഓ നോ, ചൊറിച്ചിൽ എനിക്ക് വലിയൊരു വെല്ലുവിളിയാണ്, ഇത് കൂടി വരികയാണെന്ന് പറഞ്ഞ് അവൻ ശക്തമായിട്ട് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ ടേൺ ചെയ്ത് പോവാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ആ ഒരു ദിനോസർ അവനെ പഞ്ച് താഴെ ഇടുകയാണ്. അത് കണ്ട ഗോകു ആണെങ്കിൽ അവിടേക്ക് വന്ന് ദേഷ്യപ്പെട്ട് പറയും, നീ പഞ്ച് ചെയ്യേണ്ടതും ഫൈറ്റ് ചെയ്യേണ്ടതും അവനോടല്ല എന്നോടാണ്. ഡൈനോസർ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ചെക്കനെ തട്ടിത്തെറിപ്പിക്കുകയാണ്. അതിനുശേഷം ഹാൻസം ബോയായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഗോകു ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല. അവനും അവിടേക്ക് വന്ന് ഇപ്പൊ ആ ഡൈനോസറുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഗോകുവിന്റെ അറ്റാക്കിംഗ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ ആ ഡൈനോസറിനും കുറച്ച് ഇഷ്ടമാവും. അടുത്ത നിമിഷം അപ്പാപ്പനാണെങ്കിൽ അവിടേക്ക് വന്ന് ഇപ്പൊ അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ഇപ്പൊ ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ഫൈറ്റ് ചെയ്താൽ നിങ്ങൾ ഈ മത്സരത്തിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ആയി പോകും. അപ്പൂപ്പനാണെങ്കിൽ ഇപ്പോ ആ ഒരു ഡൈനോസറിനോട് നിനക്ക് ജയിച്ചു കിട്ടുന്ന ആ പ്രൈസ് അത് ആവശ്യമില്ലേ ചോദിക്കും. അതിനവൻ എനിക്കത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കടന്നു പോവാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഞാൻ സത്യത്തിൽ ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് ഇടപെട്ടത്. പക്ഷെ എങ്കിലും എന്റെ പവർ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ കരുതും പോലെ നിസ്സാരക്കാരനല്ല. നീ നല്ല ശ്രദ്ധയോടുകൂടെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യണം. അതിന് ഗോകുവും ഓക്കെ പറയും. അവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അടികിട്ടിയ ടീംസ് എല്ലാവരും ഇപ്പൊ പതിയെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറത്തേക്ക് കടന്നു പോവാണ്. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ മത്സരം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ആങ്കർ ആണെങ്കിൽ ആ ദിനോസറിനെയും ഗോകുവിനെയും ഇപ്പൊ ഫൈറ്റ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ദിനോസർ ആണെങ്കിൽ ആവേശത്തിൽ ഇപ്പൊ സ്റ്റേജിലേക്ക് കടന്നു വരും. പക്ഷെ ഗോകു അവനാണെങ്കിൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. എല്ലാവരും പരസ്പരം നോക്കുകയാണ്. ഗോകുവിനെ അവനെ കാണാനില്ല. പന്നിക്കുട്ടനാണെങ്കിൽ ബുല്ലിനോട് ചോദിക്കും, ഇനി ഒരു പക്ഷേ
ഈ ദിനോസർ തലേനെ കണ്ട് ഗോക്കു അവൻ പേടിച്ചു പോയി കാണും. ഉൽമയാണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും ഗോക്കു ഇവനെ കണ്ട് പേടിച്ചു പോവില്ല, അവൻ അത്രയും പവർഫുൾ ആണ്. കൊച്ചുകുട്ടിയാണെങ്കിലും അവന്റെ ധീരത അത് വേറെ ലെവലാണെന്ന് പറയും. അങ്ങനെ ഓരോരുത്തരും ഇപ്പൊ ഗോക്കുവിന് വേണ്ടി ഓരോ ഭാഗത്തൂടെ കയറി ഇറങ്ങി അന്വേഷിക്കുകയാണ്. മൊട്ടപ്പനും ഹാൻസം ബോയും എല്ലാവരും. ആങ്കർ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഗോക്കുവിന്റെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കും. വെറും അല്പസമയം മാത്രമേ ഗോക്കുവിന്റെ മുൻപിൽ അവശേഷിക്കുന്നുള്ളൂ. അതിനുള്ളിൽ അവൻ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ആ ഒരു ദിനോസർ തലേനെ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. മാസ്റ്റർ അപ്പാപ്പനാണെങ്കിൽ ഒരുപാട് ടെൻഷൻ തോന്നും. അപ്പോഴായിരിക്കും ആ ചുന്ദരി പെണ്ണ് അവൾ വിളിച്ചു പറയാ, ഞാൻ അവനെ കണ്ടെത്തി, അവൻ ഇവിടെ ഉണ്ട്. ഉടനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഓടി വന്ന് ഗോക്കുവിനെ വിളിക്കും. ഗോക്കു, നീ എന്തായി ചെയ്യണേ? മത്സരത്തിനുള്ള സമയമായി, ഒരുപാട് നേരമായി നിന്റെ പേര് വിളിക്കുന്നു. ഇനിയും നീ എത്തിയിട്ടില്ല എങ്കിൽ നിന്നെ ഈ മത്സരത്തിൽ നിന്ന് ഔട്ടാക്കും. എത്രയും വേഗം നീ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യണം. അതിന് ഗോക്കു ആണെങ്കിൽ പതിയെ കണ്ണൊക്കെ തിരുമ്മി അവരോട് പറയും, ഞാൻ തണുത്ത കാറ്റൊക്കെ അടിച്ച് ഇവിടെ കിടന്ന് അറിയാതങ്ങ് ഉറങ്ങിപ്പോയി. ഞാൻ ഒരുപാട് ഫുഡ് കഴിച്ചു, ആ ക്ഷീണത്തിലാണ് ഞാൻ ഉറങ്ങിപ്പോയത്. ആങ്കർ ആണെങ്കിൽ ഓടി വന്ന് ഗോക്കുവിന്റെ കൈ പിടിച്ച് വലിച്ച് ആ സ്റ്റേജിലേക്ക് ഓടുകയാണ്. ഓ നോ, എത്രയും വേഗം നീ അവിടേക്ക് എത്തി, മാച്ച് അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയും. ആങ്കർ ആണെങ്കിൽ ഫൈറ്റിനായിട്ട് അനൗൺസ് ചെയ്യും. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ ദിനോസറിന് മുൻപിൽ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അവൻ ഒന്ന് ടേൺ ചെയ്ത് കാണികളോട് പറയും, സോറി, ഞാനൊരു അല്പം ലേറ്റ് ആയി പോയി, അറിയാതെ ഉറങ്ങിപ്പോയതാണ്. ദിനോസർ ആണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനോട് അടുത്തേക്ക് വരാനായിട്ട് ആവശ്യപ്പെടും. ഗോക്കു അടുത്തേക്ക് വരും. അവൻ പറയും, നിനക്ക് ഞാൻ ഒരു സീക്രട്ട് കാണിച്ചു തരാം. അവൻ എന്തോ കാര്യമായിട്ട് കാണിക്കാൻ പോവാണെന്ന് കരുതി ഗോക്കു ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് പോകും. അടുത്ത നിമിഷം ആ ദിനോസർ അവനെ ഇട്ടിച്ച് താഴെയിടുകയാണ്. ഇടിയുടെ ഇമ്പാക്റ്റിൽ ഗോക്കുവിന് നല്ല രീതിയിൽ വേദനിക്കും. പക്ഷെ ഗോക്കു ആണെങ്കിൽ തളരില്ല. അവൻ പൂർവാധിക ശക്തിയോടുകൂടെ തിരികെ വന്ന് ഇപ്പൊ അവനെ അറഞ്ചം പുറഞ്ചം ആഞ്ഞടിച്ച് വാലിലങ്ങനെ തൂക്കിയെടുത്ത് കറക്കെ വലിച്ചെറിയും. അണികൾക്ക് എല്ലാവർക്കും അത് കണ്ട് ഭയങ്കര സന്തോഷം. നമ്മുടെ ഗോക്കു അവൻ സെക്കൻഡുകൾ കൊണ്ട് ആ ദിനോസറിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് അവർ തുള്ളിച്ചാടുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. 100 മൈൽ തെറിച്ചുപോയ ദിനോസർ ആണെങ്കിൽ ഇപ്പൊ പതിയെ ഫ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. നിങ്ങൾ എന്ത് കരുതി ഞാൻ തോറ്റുപോയെന്നോ? എനിക്ക് പറക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവൻ ഫ്ലൈ ചെയ്ത് വീണ്ടും ആ ഒരു കോട്ടിലേക്ക് വരും. ആ ദിനോസർ ആണെങ്കിൽ ഇപ്പൊ വായിൽ നിന്ന് എന്തോ ഒന്ന് ഗോക്കുവിന്റെ ദേഹത്തേക്ക് തുപ്പും. ഒരു പ്രത്യേകതരം സാധനം ഇപ്പൊ ഗോക്കുവിനെ അങ്ങനെ ലോക്ക് ചെയ്യാണ്. ഗോക്കു എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് തകർക്കാനായിട്ട് കഴിയില്ല. ദിനോസറിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. നീ എന്നെ കറക്കി എറിഞ്ഞതുപോലെ ഞാൻ നിന്നെ കറക്കി എറിയാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇപ്പൊ ദിനോസർ ഗോക്കുവെ ചവിട്ടി തെറിപ്പിക്കും. ഗോക്കു ആണെങ്കിൽ മൈലുകളോളം അങ്ങനെ ഫ്ലൈ ചെയ്ത് പോവും. അടുത്ത നിമിഷം അവൻ അവന്റെ ക്ലൗഡിനെ വിളിക്കുകയാണ്. ക്ലൗഡ് ആണെങ്കിൽ നൈസായിട്ട് അവനെ ക്യാച്ച് ചെയ്ത് തിരികെ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇറക്കും. ദിനോസർ ആണെങ്കിൽ വിളിച്ചു പറയും, ഇത് ചീറ്റിംഗ് ആണ്, അവൻ അവന്റെ വെപ്പൻ ഉപയോഗിച്ചു. അതിന് ഗോക്കു പറയും, ഇവന്റെ വെപ്പൻ ഉപയോഗിച്ചാണ് എന്നെ ലോക്ക് ചെയ്തിരിക്കുന്നത്. ജഡ്ജസ് ആണെങ്കിൽ വീണ്ടും അവർക്ക് രണ്ടുപേർക്കും ഒരു ചാൻസ് കൊടുക്കുകയാണ്. അടുത്ത നിമിഷം ദിനോസർ അവൻ ദേഷ്യപ്പെട്ടു പറയും, നിന്നെ ഞാൻ വീണ്ടും ഒരു പഞ്ചോടെ തന്ന് ജയിപ്പിക്കാൻ പോവാണ്, ഇത്തവണ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനെ ആഞ്ഞടിക്കും. ആ ഒരു പഞ്ചില് ഇപ്പൊ ഗോക്കുവിനെ കാണാനില്ല. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ ആ പഞ്ചിൽ തെറിച്ചു പോവാതെ അവന്റെ വാൽ ഉപയോഗിച്ച് ആ ദിനോസറിന്റെ മേലെ അങ്ങനെ ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ വിളിച്ചു പറയും, ഓ നോ, എന്റെ വാല് അതെനിക്ക് തിരികെ കിട്ടിയിരിക്കുകയാണ്. ഇതിന് കഴിഞ്ഞ് നല്ലൊരു വാല് എനിക്ക് മുളച്ചു വന്നു എന്ന് പറഞ്ഞ് അവൻ താഴേക്ക് ലാൻഡ് ആവും. അതിനുശേഷം അവന്റെ ഫുൾ എഫേർട്ട് ഇട്ട് അവൻ ആ ലോക്ക് തകർക്കാനായിട്ട് ശ്രമിക്കും. ദിനോസർ ആണെങ്കിൽ അവനെ കളിയാക്കും, നിന്നെ കൊണ്ട് എന്നല്ല ആരെ കൊണ്ടും അത് തകർക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഗോക്കു അവന്റെ പവർ ഉപയോഗിച്ച് അത് പൊട്ടി അങ്ങനെ തെറിപ്പിക്കും. ദിനോസർ ആണെങ്കിൽ അത് കണ്ട് അങ്ങനെ ഫ്ലാറ്റ് ആവുകയാണ്. ഇവിടെ ഗോക്കു ആണെങ്കിൽ അവന് പുതുതായിട്ട് കിട്ടിയ വാലിന്റെ പവർ അതൊന്ന് ചെക്ക് ചെയ്യും. അവൻ നിലത്ത് ആഞ്ഞ് ചവിട്ടിയും ദൂരത്ത് ചുമരിൽ ആഞ്ഞടിച്ചുമൊക്കെ അതിന്റെ പവർ ടെസ്റ്റ് ചെയ്യും. വാവ്, ഇതിന്റെ പവർ അത് ശരിക്കും അടിപൊളിയാണ്. ഞാനിപ്പോൾ പഴയതിനെ കഴിഞ്ഞ് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയും. അത് കണ്ട് പേടി തോന്നിയ നമ്മുടെ ദിനോസർ അവൻ വെള്ളക്കൊടി വീശി നിരുപാധികം തോൽവി സമ്മതിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.